ഗംഗ്ചോരിയും ഒരിടത്തും പോകാതെ ഉറക്കമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ യോറിക്കും 8 കാലുള്ള പ്രേതത്തെ പിടിക്കുവാനായിട്ട് ഗംഗ്ചോരിയുടെ സഹായം ആവശ്യമായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കുവാനായിട്ട് അവൻ പറയുന്ന ഏതൊരു കാര്യവും ചെയ്തു കൊടുക്കുവാനായിട്ട് തയ്യാറാണെന്ന് അവളും അറിയിക്കുന്നത്. അതേസമയം അവനാകട്ടെ സാധാരണഗതിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണ് പതിവ്. അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ എന്നെ പോലുള്ളവർ കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാനായിട്ട് സമ്മതിക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും അവളും അവന് ഒരു പംകിൻ ടഫിയൊക്കെ നൽകുകയാണ്. അത് കഴിച്ച് അവനത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുമുണ്ട്. നീ എങ്ങാനും എന്റെ ദൈവമാക്കുവാനായിട്ട് സമ്മതിക്കുകയാണ് എങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഓരോ പംകിൻ ടഫി നൽകുവാനായിട്ട് തയ്യാറാണെന്നും അവൾ അറിയിക്കുന്നു. പക്ഷെ ഇതൊക്കെ വളരെ ചെറിയ ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടൊന്നും തന്നെ ഞാൻ സമ്മതിച്ചു തരുന്നതായിരിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ യൂൺകാപ്പിന് ഒരു ചരടൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലത്തെ ഒരു ചരടൊക്കെ എനിക്കും കെട്ടിത്താ. അത് ഉണ്ടാക്കുവാനായിട്ട് നീ എത്രത്തോളം ആത്മാർത്ഥതയൊക്കെ എടുക്കുന്നുണ്ടെന്ന് ഞാനും ഒന്ന് നോക്കട്ടെ എന്ന രീതിക്കാണ് അവനും സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ തന്നെ ഗംഗ്ചോരിക്ക് 1000ഓളം വർഷം പ്രായമുണ്ട്. അങ്ങനെയിരിക്കെ സാധാരണഗതിക്ക് ആ ഒരു ചരടൊക്കെ കിട്ടുന്നത് ദീർഘായുസായിട്ട് ഇരിക്കുവാനായിട്ടൊക്കെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയും എത്ര വർഷം ജീവിക്കണമെന്നാണ് നിന്റെ ആഗ്രഹം എന്ന രീതിക്ക് അവളും ചോദിക്കുന്നു. പക്ഷെ അവനും നീ എനിക്ക് ചരട് നൽകുകയും അതിനുശേഷം എല്ലാ ദിവസവും ഓരോ പംകിൻ ടഫി നൽകുകയും ചെയ്യണം, എന്നാൽ മാത്രമേ നിന്റെ ദൈവമാകുവാനായിട്ട് ഞാൻ സമ്മതിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പോവുകയാണ്. രാജകുമാരന്റെ ശരീരത്തിൽ നിന്നും 8 കാലുള്ള പ്രേതത്തെ ഒഴിപ്പിക്കുവാനായിട്ട് യൂറി മന്ത്രവാദമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതേ സ്ഥലത്ത് മന്ത്രവാദവുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുക്കളൊക്കെ കിടക്കുന്നത് പലരും കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോ ഒരാൾ മന്ത്രവാദം ചെയ്യുന്നുണ്ട് എന്ന രീതിക്ക് രാജാവിനും പരാതിയൊക്കെ ആൾക്കാർ കൊടുത്തിരിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ നാട്ടില് ഇതുപോലെ മന്ത്രവാദമൊക്കെ ചെയ്യുന്നത് നിയമപരമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കുന്നതും. മാത്രമല്ല, രാജാവ് നേരത്തെ തന്നെ യൂറി മന്ത്രവാദം ചെയ്ത സ്ഥലത്തു നിന്നും എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിനുശേഷം വീണ്ടും യൂറി മന്ത്രവാദം ചെയ്ത് കാണുമെന്ന സംശയത്തിലാണ് ഉള്ളത്. സോ രാജാവും യൂറിനെയും ഗംഗ്ചോരിനെയും പിടിച്ചുകൊണ്ട് വരുവാനായിട്ടും ഉത്തരവിടുന്നു. ഗംഗ്ചോരിക്ക് കെട്ടുവാനായിട്ട് ചരടൊക്കെ ഉണ്ടാക്കുകയായിരുന്നു യൂറിയും. ഈ ഒരു സമയത്ത് യൂറിയും അതുപോലെ തന്നെ കിണറ്റിലെ പ്രേതവും തമ്മിൽ സംസാരിക്കുന്നു. കിണറ്റിലെ പ്രേതത്തിന് ഒരുപാട് ദേഷ്യമൊക്കെ യോങ്ങിന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും യോങ്ങിന്റെ അടുത്ത് ചെറിയ രീതിക്കാണെങ്കിലും പ്രതികാരമൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെയാണ് ഉള്ളത്. 8 കാലുള്ള പ്രേതം വളരെയധികം ശക്തിശാലിയാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ആത്മാക്കളൊക്കെ അത് കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയിരിക്കെ നിനക്ക് ആ പ്രേതത്തിന്റെ അടുത്ത് ഏറ്റുമുട്ടുവാനായിട്ട് പേടിയില്ല എന്ന് കിണറ്റിലെ പ്രേതം ചോദിക്കുമ്പോഴത്തേക്കും അവൾക്കും 8 കാലുള്ള പ്രേതത്തെ പേടിയാണെന്നുള്ള കാര്യം സമ്മതിച്ചൊക്കെ കൊടുക്കുകയാണ്. യൂറിയും യൂൺകാപ്പിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കണ്ണാടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അമ്മയ്ക്കും അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ അമ്മ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്ന ഗംഗ്ചോരിയും ഓരോന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമ്മയും അവൻ പറയുന്നതിന് എല്ലാത്തിനും കൂട്ടൊക്കെ നിൽക്കുന്നു. അത് കേട്ട അവനാകട്ടെ, നീ ഈ അമ്മേനൊക്കെ കണ്ടു പഠിക്ക്. ആദ്യം ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ഗുണ്ടകളെ പോലെയൊക്കെ ആയിരുന്നു അമ്മ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാകട്ടെ ഞാൻ എത്രമാത്രം വലിയൊരാളാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അമ്മ പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അവനും. നീ എന്തൊരു ദുഷ്ടനാണ്, നീ വെറുതെ ഇവിടെ ഇരിക്കാതെ ഒന്നെങ്കിൽ ആ റൂമൊക്കെ വൃത്തിയാക്കുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആഹാരം ഉണ്ടാക്കുവാനായിട്ട് വിറകൊക്കെ വെട്ടിക്കൊടുക്കുക, അതുമല്ലെങ്കിൽ കുറച്ച് വെള്ളമെങ്കിലും കോരി വെക്കുക. ഇതൊന്നും ചെയ്യാതെ ഇവിടെ വെറുതെ കിടക്കാമെന്ന് നീ ഉദ്ദേശിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യൂറിയും അവന്റെ കൈക്കെട്ടൊക്കെ ചെന്ന് ഇടിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീടാണ് മുറിവ് പറ്റിയ കൈയായിരുന്നു അതേന്ന കാര്യം അവൾ പോലും മനസ്സിലാക്കുന്നത്. ഗംഗ്ചോരി ഒരിടത്തും പോകാതെ ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന കാഴ്ചയായിരുന്നു യൂറിയും കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഗംഗ്ചോരിയുടെ ഷൂസ് ഒക്കെ എടുത്തു നോക്കുന്ന അവൾക്കും അതിൽ ചെളി പറ്റിയതൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നു. നീ സത്യം പറ, നീ രാത്രിയിൽ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ എന്ന രീതിക്ക് അവളും അവന്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രാജാവ് അയച്ച പടയാളികൾ അവിടെ എത്തിയിട്ട് അവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോകുന്നു. നേരത്തെ മന്ത്രവാദം നടത്തിയ അതേ സ്ഥലത്തു നിന്നും കിട്ടിയ സാധനങ്ങളാണ് ഇതേന്ന് പറഞ്ഞിട്ട് രാജാവും കിട്ടിയ സാധനങ്ങളെല്ലാം തന്നെ യൂറിക്കും കാണിച്ചു കൊടുക്കുന്നു. അതെല്ലാം തന്നെ അവളുടേത് തന്നെ ആയിരുന്നു എങ്കിൽ പോലും അന്ന് ചെയ്തതല്ലാതെ പിന്നീട് താൻ മന്ത്രവാദം ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നും ആരോ തന്നെ കൊടുക്കുവാനായിട്ടാണ് ഇതെല്ലാം തന്നെ ചെയ്തതെന്നും യൂറിയും തുറന്നു പറയുന്നുണ്ട്. പക്ഷെ നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ രാജാവ് യൂറിനെയും ഗംഗ്ചോരിനെയും ആ ഒരു നാട്ടിൽ നിന്നും തന്നെ പുറത്താക്കുന്നു. പക്ഷെ അത് കേട്ടിട്ടുണ്ടായിരുന്ന യൂറിയും ഞങ്ങൾക്ക് രാജകുമാരന്റെ ശരീരത്തിൽ നിന്നും 8 കാലുള്ള പ്രേതത്തെ ഒഴിവാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രേതം ഉറപ്പായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പക്ഷെ രാജകുമാരന്റെ ശരീരത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലോ അത് കയറുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ പ്രേതത്തിന് നിങ്ങളുടെ രാജകുടുംബത്തിന്റെ അടുത്ത് അത്രത്തോളം വൈരാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഇതും കൊണ്ട് ദോഷമുണ്ടാകുമെന്ന രീതിക്ക് അവളും പറയുന്നു. പക്ഷെ രാജാവും അതൊന്നും തന്നെ കാര്യമാക്കാതെ അവരെ രണ്ടുപേരെ നാട് കടത്തുകയാണ്.
ഇപ്പോൾ പടയാളികളും യോറിനെയും ഗംചോരിനെയും ഒരു കാട്ടിലൊക്കെ കൊണ്ടയാക്കുന്നു. കൂടാതെ കുറച്ച് പണമൊക്കെ കൊടുത്തിട്ട് ഇതും കൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തൊക്കെ പോയി താമസിക്കുവാനായിട്ട് സാധിക്കുമെന്നും പറയുകയാണ്. അതൊക്കെ കേട്ട ഉടനെ യോറിയും രാജാവിന്റെ അടുത്ത് എപ്പോഴും കണ്ണടകൾ കൂടെ കൊണ്ടുപോകുവാനായിട്ട് പറയണം. അതുകൊണ്ട് മാത്രമേ ആ ഒരു പ്രേതത്തിന്റെ അടുത്തു നിന്നും കുറച്ചെങ്കിലും രക്ഷയൊക്കെ നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന കാര്യം പടയാളിനും ഓർമ്മപ്പെടുത്തുന്നു. അന്ന് നമ്മൾ മന്ത്രവാദമൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ എന്റെ സാധനങ്ങളെല്ലാം തന്നെ എടുത്തോണ്ട് വന്നതായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് അതൊക്കെ വീണ്ടും അതേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യോറിയും. അതേസമയം ഇതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് കങ്ചോരി തന്നെ ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് കങ്ചോരിക്ക് വീണ്ടും ആ പ്രേതത്തെ പിടിക്കുവാനായിട്ടൊന്നും ഒട്ടും തന്നെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവളെയും കൊണ്ട് അവിടം വിട്ട് പോകുവാനായിട്ടായിരുന്നു അവനും ഇങ്ങനെ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ നമുക്കിനി നെബിൾ എന്ന മലയുടെ അടുത്തൊക്കെ പോകാം. എന്റെ മുത്തശ്ശി മരിച്ചതിന് ശേഷം മുത്തശ്ശിയുടെ എല്ലാ സാധനങ്ങളും കുഴിച്ചു മൂടിയിട്ടുണ്ടായിരുന്നത് അവിടെയാണ്. അതെല്ലാം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എട്ടേക്കാലുള്ള പ്രയത്നത്തിന് എന്റെ അടുത്ത് ഒരുപാട് വൈരാഗ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ടും എന്നെ തേടി വരുന്നതായിരിക്കും. ഇപ്പോൾ എന്റെ കയ്യിൽ ഗോസ്റ്റ് പെൻ സ്റ്റോൺ പോലുമില്ല. അങ്ങനെ ഇരിക്കെ അത് എന്നെ തേടി എത്തുമ്പോഴത്തേക്കും എനിക്ക് മുത്തശ്ശിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടെങ്കിലും അതിനെ നേരിടുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് യോറിയും. കിണറ്റിലെ പ്രേതം യോങ്ങിനെ വെള്ളത്തിലൊക്കെ മുക്കിക്കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിന്റെ ട്രോമയിലൊക്കെ ഇരിക്കുകയായിരുന്നു യോങ്ങിനും. അങ്ങനെ ഇരിക്കെ യോങ്ങിന്റെ അടുത്തു നിന്നുമാണ് രാജ്ഞിയും യോങ്ങിൻ എന്തൊക്കെ തെറ്റുകളായിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന സത്യമൊക്കെ മനസ്സിലാക്കുന്നത്. നീ ഇത്രയേറെ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ നേരിടുവാനുള്ള ധൈര്യവും നിനക്ക് ഉണ്ടാകണമായിരുന്നു. പക്ഷെ അതൊന്നും നിനക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജ്ഞിയും അവനെ തല്ലുന്നു. എനിക്ക് ഒറ്റയ്ക്കിരിക്കുവാൻ പേടിയാണ്. അമ്മ കൂടെ എന്റെ കൂടെ ഇരിക്കാമോ എന്നൊക്കെ രാജ്ഞിയുടെ അടുത്ത് അവൻ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും രാജ്ഞിയും അവനെ അപമാനിച്ച് അവിടെ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന അവനും പ്രതികാരം ചെയ്യുവാനായിട്ട് നേരെ കിണറ്റിലെ പ്രേതത്തിന്റെ വീട്ടിലേക്കും എത്തുന്നു. അവിടെ എത്തുന്ന അവനും കിണറ്റിലെ പ്രേതത്തിന്റെ അച്ഛനെ ഒരുപാട് ഉപദ്രവിക്കുകയും ബാക്കിയുള്ള വീട്ടിലെ അംഗങ്ങളെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് കിണറ്റിലെ പ്രേതവും ഒരുപാട് കരയുന്നു. യോറയും കങ്ചോരിയും ഒന്നിച്ചായിരുന്നു നടന്നു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ചു ദൂരം എത്തി കഴിയുമ്പോഴത്തേക്കും കങ്ചൂരിനെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോഴത്തേക്കുമായിരുന്നു ഒരു കടുവ അവളുടെ നേർക്ക് വരുന്ന കാഴ്ച അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അവളും ആകെ പേടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ഇടിമിന്നൽ വന്ന് കങ്ചോരിയും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. കടുവനെ കണ്ടാൽ അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഇടിമിന്നലിന്റെ ശബ്ദമൊക്കെ കേട്ടാൽ തന്നെ ആ ഒരു കടുവ പോകുന്നതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കങ്ചോരി നടക്കുമ്പോഴത്തേക്കും അവളും കങ്ചോരിയുടെ പിന്നാലെ തന്നെ നടക്കുകയാണ്. ഇപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ കങ്ചോരിയും അവളും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു കടുവനെ പേടിപ്പിച്ച് വിടണ്ടായിരുന്നു. അതിനെ അങ്ങ് കൊന്നാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ അതിനെ റോസ്റ്റ് ഒക്കെ ചെയ്ത് ഇപ്പോൾ കഴിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവനും ആകെ വിശന്നിരിക്കുന്നതൊക്കെ കാണുന്ന അവളും കയ്യിലുണ്ടായിരുന്ന പംകിൻ ടഫിക്ക് അവന് നൽകുന്നു. അതിന്റെ അകത്ത് 5 എണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 5 ദിവസത്തേക്ക് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് നൽകുന്നതാണ് ഇതേന്നായിരുന്നു അവൾ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. അത്ര എണ്ണം കഴിക്കുവാനായിട്ട് സാധിക്കുന്ന സന്തോഷത്തിൽ അവനും ഇരിക്കുന്നു. എന്തായാലും ഇതൊക്കെ ഞാൻ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനും നിന്റെ ദൈവമാകുവാനായിട്ട് തയ്യാറാണ്. പക്ഷേ നീ എന്നെ കണ്ട് നല്ലതുപോലെ തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അതനുസരിച്ച് വേണം മുന്നോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുവാനെന്ന് പറഞ്ഞുകൊണ്ട് അവനും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കാണ് അവളും അവന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. അതായത് ഇതിനു മുമ്പ് പലതവണ കണ്ണാടിയൊക്കെ വിൽക്കുവാനായിട്ടെന്നുള്ള രീതിക്ക് അവൾക്കും ഈ മലയുടെ ഇതിലേക്ക് വരേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആകാശമൊക്കെ ക്ലിയർ ആയിരുന്ന സമയത്ത് പോലും പലതവണ അവളും ഇടിമിന്നലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ അടുത്തേക്ക് വല്ല കടുവയും വരുന്ന സമയത്ത് നീയും ആ കടുവനെ പേടിപ്പിക്കാനായിട്ടുണ്ടാക്കിയ ഇടിമിന്നലായിരുന്നോ അതേന്ന രീതിക്ക് അവളും ചോദിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഇത് കടുവയൊക്കെയുള്ള പ്രദേശമാണ്. ഇവിടുത്തെ വില്ലേജേഴ്സിനെ സ്ഥിരമായിട്ട് കടുവ ആക്രമിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഇന്നേ വരെ നീ ഇതിലെ വന്നിട്ട് ഒരു കടുവനെ പോലും കണ്ടിട്ടില്ലല്ലോ. ഒരു കടുവ പോലും നിന്നെ അറ്റാക്ക് ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും സംഭവിക്കാതെ പോയതെന്നൊക്കെ നിനക്കും മനസ്സിലായിട്ടില്ലായിരുന്നോ എന്ന് അവനും ചോദിക്കുകയാണ്. അതായത് ഓരോ തവണ കടുവ വരുന്ന സമയത്തും അവനായിരുന്നു അവളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് വീണ്ടും ഡ്രാഗൺ ആകുവാനായിട്ട് സാധിക്കുമെന്ന പ്രതീക്ഷ പോലും നൽകിയത് നീയാണ്. അങ്ങനെ ഇരിക്കെ കടുവയ്ക്കൊന്നും ഞാൻ നിന്നെ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് അവനും ഇരിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു അവൻ ഒരു പംകിൻ ടഫി മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ പോലും ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ളത് കാണുന്നില്ല എന്ന സത്യം അവനും മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഒരാൾ അതിൽ ഓടിപ്പോകുന്നതും അവൻ കാണുന്നു. സോ തന്റെ പംകിൻ ടഫിക്ക് തിരിച്ചു മേടിക്കുവാനായിട്ട് അവനും അയാളുടെ പിന്നാലെ പോവുകയാണ്. അവനും ഒരു പ്രായം ചെന്ന ആളുടെ പിന്നാലെ ഓടിയിട്ട് അയാളെ വീഴ്ത്തിയിട്ട് അയാളുടെ കയ്യിൽ നിന്നും പംകിൻ ടഫിക്ക് തിരിച്ചു മേടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും പിന്നിൽ മറ്റൊരാൾ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. ഗംചോറിയും ആ ഒരു ബുദ്ധിസ്റ്റ് സന്യാസിയും കൂടി ഫൈറ്റ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഗംചോരി ഒരു മനുഷ്യനല്ല എന്ന സത്യം അയാളും മനസ്സിലാക്കുന്നു. എന്തായാലും അവർ സീരിയസ് ആയിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഗംചോരി നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു വൃദ്ധ സന്യാസിയും
അവന്റെ പംകിൻ ടഫി കഴിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ട് അതിന്റെ നേർക്ക് നടന്നു വന്നിട്ടുണ്ടായിരുന്ന ഗംഗച്ചോരിയുടെ തലക്കെട്ടൊക്കെ അടിച്ചു വീഴ്ത്തുകയായിരുന്നു ആ ഒരു സന്യാസിയും. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ അവിടേക്ക് യോറിയും എത്തുന്നു. ഗംഗച്ചോരി പിന്നീട് കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവന്റെ അടുത്തായിട്ടിരുന്ന പംകിൻ ടഫിയൊക്കെ കഴിക്കുകയായിരുന്നു വൃദ്ധ സന്യാസിയും. ഈ ഒരു സമയത്താണ് ഈ വൃദ്ധ സന്യാസിയുടെ ശിഷ്യനാണ് മറ്റേ സന്യാസി എന്നൊക്കെ കാണിക്കുന്നത്. അയാളുടെ പേര് കാസോപ്പ് എന്നാണ്. ഈ ഗ്യാസോപ്പ് തന്നെ ആയിരുന്നു യൂറിനെയും ഓരോരോ മന്ത്രങ്ങളും മറ്റൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതും. കൂടാതെ യൂറിയുടെ മുത്തശ്ശിയുടെ സാധനങ്ങളെല്ലാം തന്നെ മൗണ്ടന്റെ മുകളിൽ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നതും അയാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് അതൊക്കെ പോയി എടുക്കാമെന്ന് യൂറിയുടെ അടുത്തും അയാൾ പറയുന്നുണ്ട്. ഒരുപാട് മദ്യപിച്ച് ബോധമില്ലാതെയൊക്കെയായിരുന്നു യോങ്ങിൻ നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ കിണറ്റിലെ പ്രേതത്തിന്റെ വീട്ടിൽ പോയി ആക്രമിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനും ഒരുപാട് ഹാപ്പിയാണ്. മന്ത്രവാദിയും ഇപ്പോൾ പ്രേതത്തിനെ ഉണർത്തുവാനായിട്ട് മന്ത്രവാദമൊക്കെ ചൊല്ലുകയാണ്. ഈ ഒരു സമയത്ത് യോങ്ങിനും കുറച്ച് അകലെ നിന്നിട്ടുണ്ടായിരുന്ന കിണറ്റിലെ പ്രേതത്തിനെ കാണുന്നു. അവനും ആ പ്രേതത്തിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന സമയത്തായിരുന്നു നേരത്തെ രാജാവ് കണ്ടതുപോലെ ഒരുപാട് പഴുതാരകളൊക്കെ ഈ ഒരു യോങ്ങിന്റെ നേർക്ക് വരുന്ന കാഴ്ച അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. അവനും മൊത്തത്തിൽ പേടിച്ചൊക്കെ ഇരിക്കുന്നു. അപ്പോഴാണ് എട്ടുകാലുള്ള പ്രേതം യോങ്ങിനെയും ആക്രമിക്കുന്നത്. ആ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്ന കിണറ്റിലെ പ്രേതം അപ്പോൾ തന്നെ ഒളിച്ചുമിരിക്കുന്നുണ്ട്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.